ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പാർട്ടിക്കിൾ മൾട്ടിപ്ലെക്സ് എന്നുള്ള ഐഡിയ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ മൾട്ടിപ്ലെക്സിനെ നമ്മൾ ഐസോസ്പിൻ, തേർഡ് കമ്പോണൻ്റ് ഓഫ് ഐസോസ്പിൻ, അതുപോലെ സ്ട്രേഞ്ച്നെസ്, ഇത് രണ്ടുമുള്ള പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജിയോമെട്രിക് പാറ്റേൺസ് ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഓക്കെ, ഇതാണ് നമ്മൾ മെസോൺ ഓക്റ്ററ്റ് എന്ന് പറഞ്ഞത്. ഇത് ബൈരിയോൺ ഓക്റ്ററ്റ്. അതുപോലെ നമുക്ക് മെസോൺ എൻ്റെ റെസൊനൻസസിൻ്റെ ഓക്റ്ററ്റ് വേറെ ഉണ്ട്, ബൈരിയോണിൻ്റെ റെസൊനൻസസിൻ്റെ ഡെക്യുപ്ലെറ്റ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് തന്നെ. ഇതിൻ്റെ ഈ പാർട്ടിക്കിൾസിൻ്റെ ഈ പാർട്ടിക്കിൾസിൻ്റെ സ്ട്രേഞ്ച്നെസ്, ഐസോസ്പിൻ, ചാർജ് എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു ഡയഗ്രാം മാത്രം റീകോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കാൻ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ സ്ട്രേഞ്ച്നെസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഐസോസ്പിൻ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം ഡയഗ്രാംസ് അതുകൊണ്ടാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഡയഗ്രാമാറ്റിക്കായിട്ട് ഓർമ്മിക്കുന്നതാണ് എളുപ്പം കൂടുതൽ ആൾക്കാർക്കും. ഇനി അങ്ങനെയല്ല വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം തന്നെ ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോബ്ലംസിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇൻറ്ററാക്ഷൻ തരികയാണെങ്കിൽ അത് എന്ത് തരം ഇൻറ്ററാക്ഷനാണ് എന്ന് കണ്ടുപിടിക്കണം. ഉദാഹരണത്തിനൊക്കെ അത്തരം പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇൻറ്ററാക്ഷൻ അലൗഡ് ആണോ എന്ന് നോക്കണം. അലൗഡ് ആണെങ്കിൽ തന്നെ സ്ട്രോങ് ആണോ, വീക്ക് ആണോ, അതോ ഇലക്ട്രോ മാഗ്നറ്റിക് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പോൾ നമ്മൾ 2 പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന ഇൻറ്ററാക്ഷൻ ഇതാണ്: പി പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു π0 പ്ലസ് പി. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർജ് കൺസേർവ്ഡ് ആണോ നോക്കണം, സ്ട്രേഞ്ച്നെസ് കൺസേർവ്ഡ് ആണോ നോക്കണം. ഓക്കെ, ഇനീഷ്യൽ നമ്മൾ നോക്കേണ്ടത് ചാർജ്, ബൈരിയോൺ നമ്പർ, ഓക്കെ, ബൈരിയോൺ നമ്പർ ആൻഡ് ലെപ്റ്റോൺ നമ്പർ. അതുപോലെ എനർജി, അതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് ഡി കെ പ്രോസസ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഡി കെ പ്രോസസ് ആണെങ്കിൽ എനർജി കൺസർവേഷൻ, എനർജി മൊമെൻറ്റം കൺസർവേഷൻ നോക്കേണ്ടതുണ്ട്. റൈറ്റ്. അപ്പോൾ തൽക്കാലം നമുക്ക് ചാർജ്, ബൈരിയോൺ നമ്പർ, ലെപ്റ്റോൺ നമ്പർ, ഇത് ലെപ്റ്റോൺ നമ്പർ 3 സെപ്പറേറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ, മ്യോൺ ലെപ്റ്റോൺ നമ്പർ, അതുപോലെ ടൗ ലെപ്റ്റോൺ നമ്പർ, ഇതെല്ലാം സെപ്പറേറ്റ്ലി കൺസേർവ്ഡ് ആയിരിക്കണം എന്ന് നമ്മൾ കണ്ടു. റൈറ്റ്. ഈ ഇൻട്രാക്ഷൻ നോക്കാം. പി പ്ലസ് ഗാമ ഗീവ്സ് π0 പ്ലസ് പി. ഓക്കെ, ആദ്യം നമുക്ക് ചാർജ് കൺസർവേഷൻ നോക്കാം. ഇവിടെ പ്രോട്ടോണിൻ്റെ ചാർജ് 1 ആണ്, ഗാമ ഫോട്ടോണിൻ്റെ ചാർജ് 0 ആണ്. റൈറ്റ് സൈഡിൽ നമുക്കുള്ളത് π0 also has 0 charge, 1. So charge is conserved. What about baryon number? Baryon number നോക്കുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ baryon number നമുക്കറിയാം 1 ആണ്. ഗാമയുടെ baryon number നമുക്ക് 0 ആയിട്ട് എടുക്കും. It's not a baryon. Right? This gives for π0 again it's 0 plus 1. So baryon number is conserved here. Right? Okay, now lepton number നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല, because there are no leptons involved in this interaction. This is a possible interaction. Okay, this is a possible interaction. Alright. ഇനി നമുക്ക് സ്ട്രേഞ്ച്നെസ് കൺസേർവ്ഡ് ആണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. സ്ട്രേഞ്ച്നെസ് കൺസേർവ്ഡ് ആണെന്ന് നോക്കാം. പ്രോട്ടോണിൻ്റെ സ്ട്രേഞ്ച്നെസ് 0 ആണ്. അത് ഓർമ്മയില്ലെങ്കിൽ ക്യാൻ ജസ്റ്റ് ലുക്ക് ബാക്ക് അറ്റ് ദിസ് ദിസ് ഓക്റ്ററ്റ്, ബൈരിയോൺ ഓക്റ്ററ്റ്. ഇവിടെ നമ്മുടെ ബൈരിയോൺ ഓക്റ്ററ്റിൽ ഏറ്റവും മുകളിലുള്ള ലൈൻ ന്യൂട്രോൺ, പ്രോട്ടോൺ, നമുക്ക് പരിചയമുള്ള പാർട്ടിക്കിൾസ്. നമ്മുടെ സ്ട്രേഞ്ച് അല്ല, സ്ട്രേഞ്ച്നെസ് 0 ആണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഓർമ്മിക്കാം. ഓക്കെ, S = 0. റൈറ്റ്. സോ ഫോർ പ്രോട്ടോൺ S = 0. ഫോർ പൈ ഓൾസോ S is 0. റൈറ്റ്. സോ സ്ട്രേഞ്ച്നെസ് is also conserved. Okay, the question is what kind of interaction is this? Alright. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്ററാക്ഷൻ ഏതാണെന്ന് നോക്കുമ്പോൾ സ്ട്രേഞ്ച്നെസ് കൺസേർവ്ഡ് ആണ്. സോ ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് എ വീക്ക് ഇൻറ്ററാക്ഷൻ. റൈറ്റ്. പക്ഷേ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ എ ഫോട്ടോൺ അപ്പിയേഴ്സ് ആൻഡ് ഇഫ് ഇറ്റ്സ് ആൻ അലൗഡ് ഇൻറ്ററാക്ഷൻ, റിമെമ്പർ ദിസ്: if a photon appears or if a photon is involved and if it is allowed, okay, then it is actually it has to be electromagnetic. Okay, that's one way to identify this. Okay, that's one way to identify this. All right, so that's a hint. All right, that's a hint to do this. So this cannot be a strong interaction. Okay, this cannot be a strong interaction because the photons cannot interact strongly. Okay, it's not weak because delta S is 0. And you will see that the isospin etc. are conserved. ഇവിടെ isospin നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസേർവ്ഡ് ആണെന്ന് കാണാം.
Alright. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഐസോസ്പിൻ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. Alright. So that the discussion is complete. Let's also check the isospin. Okay. What's isospin for proton? Proton is isospin half. Photon is isospin 0. Alright. On the right side, pi 0 has isospin 1 and proton has isospin half. Alright. So ഈ ഇൻട്രാക്ഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ്, നമ്മളെല്ലാ പോസിബിലിറ്റീസ് എടുക്കണം. വെക്റ്റർ അഡീഷൻ പോലെയാണ് നമ്മൾ എടുക്കേണ്ടത്. ആംഗുലർ മൊമെൻറ്റം ചെയ്യുന്നത് പോലെ തന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ ഹാഫാണ്. ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ ഇത് ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഐസോസ്പിൻ കൺസേർവ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഐസോസ്പിൻ ക്യാൻ ബി കൺസേർവ്ഡ്. ഓൾറൈറ്റ്. ഈ കേസിൽ നോക്കുന്ന രണ്ട് സാധ്യതകളാണ്, 1 മൈനസ് ഹാഫും 1 പ്ലസ് ഹാഫും. സോ ഐസോസ്പിൻ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഹാഫ് ആൻഡ് 3/2. ഇങ്ങനെയാണ് നമ്മൾ ഐസോസ്പിൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഹാഫാണ്, ഇവിടെ ഹാഫ് ആൻഡ് 3/2 രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓൾറൈറ്റ്. സോ ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് ഐസോസ്പിൻ കുഡ് ബി കൺസേർവ്ഡ്. ഓക്കെ. ഐസോസ്പിൻ കൺസേർവ് ആകുക എന്ന് പറയുന്നത് പോസിബിൾ ആണ്. ഓൾറൈറ്റ്. അപ്പോൾ നമുക്കറിയാം നോർമലി നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് ആവണമെന്നില്ല. ഓൾറൈറ്റ്. പക്ഷേ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചാടിക്കയറിയത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. ഐസോസ്പിൻ കൺസേർവ്ഡ് ആണ് എന്നുള്ളതുകൊണ്ട് മാത്രം ചാടിക്കയറി സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്ന് എഴുതരുത്. ഇവിടെ ഫോട്ടോൺ ഉള്ളതുകൊണ്ട് നമുക്കത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ എന്ന് തന്നെ എഴുതാം. ഓക്കെ. ദിസ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക്. ഓക്കെ. സോ ഐ കുഡ് ബി കൺസേർവ്ഡ് ഇൻ ദിസ് കേസ്. Okay, even though it's electromagnetic. Okay, this is one of the cases where it is electromagnetic. But I is conserved. Alright, this one example where the isospin is conserved in an electromagnetic interaction. Alright, it may be I could be conserved, or we can say that I could be conserved. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല എന്ന് പറയുമ്പോൾ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ല എന്ന് പറയുമ്പോൾ ഐസോസ്പിൻ വയലേറ്റ് ആവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ക്യാൻ ബി വയലേറ്റഡ്. ഓൾറൈറ്റ്. ഇൻ സം കേസസ് മേ ബി യു ക്യാൻ സീ ദറ്റ് ഇറ്റ് ഓൾസോ ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ റിയലി. പക്ഷേ ഐസോസ്പിൻ വയലേറ്റ് ആകും. ഇനി ഐസോസ്പിൻ വയലേറ്റ് ആകുന്നുണ്ടെങ്കിൽ, ഐസോസ്പിൻ കൺസർവേഷൻ വയലേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് certainly is not a strong interaction. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇലക്ട്രോമാഗ്നറ്റിക്. അതേസമയം I3 നോക്കുകയാണെങ്കിൽ അത് ഇലക്ട്രോമാഗ്നറ്റിക്കിലും സ്ട്രോങ്ങിലും കൺസേർവ്ഡ് ആണ്. I3 നമ്മൾ നോക്കണം. നമുക്ക് I3 കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. I3 ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ I3 ഹാഫ് ആണ് പ്രോട്ടോണിൻ്റെ, ഗാമയുടെ അഗെയിൻസ്റ്റ് 0. ഇത് അഡിറ്റീവ് ആണ്. ഓക്കെ, പൈ 0യുടേത് 0. ഓക്കെ, ആൻഡ് പ്രോട്ടോണിൻ്റേത് ഹാഫ്. ദിസ് ഇസ് കൺസേർവ്ഡ്. I3 is also conserved. റൈറ്റ്. അപ്പോൾ ഇവിടെ ഐസോസ്പിൻ കൺസേർവ്ഡ് ആണ് എന്നുള്ളതുകൊണ്ട് സ്ട്രോങ് ആണെന്ന് പറയാൻ കഴിയില്ല. ദിസ് ഇസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. റൈറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ വീണ്ടും നമുക്കൊരു ഗാമ ഉണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ്. സിഗ്മ 0 gives lambda 0 plus gamma. Sigma 0 gives lambda 0 plus gamma. Right, so gamma is massless. അപ്പോൾ ഇതൊരു ഡീകെ ആണ്. ദിസ് എ ഡീകെ. അപ്പോൾ ഡീകെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഡീകെ വരുന്ന കാര്യത്തിൽ യു ഹാവ് ടു ചെക്ക് എനർജി മൊമെൻറ്റം കൺസർവേഷൻ. എനർജി മൊമെൻറ്റം കൺസർവേഷൻ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കേസിൽ is m of sigma, okay, m of sigma has to be less than or equal to m of lambda 0 plus m of gamma. Okay, ഇത് റൈറ്റ് സൈഡിലുള്ള മാസിൻ്റെ സമ്മിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇവിടെയുള്ള പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെയുള്ള ഡീകെ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മാസ് ഇറ്റ് ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ സം ഓഫ് ദ മാസസ് ഓഫ് ദ ഡീകേഡ് പ്രോഡക്ട്സ്. റൈറ്റ്, ഡീകെയിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണിത്. കൊളീഷൻ ആണെങ്കിൽ, പാർട്ടിക്കിൾ കൊളീഷൻ ആണെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമില്ല. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് അലൗഡ്, ബാക്കി ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം കൺസേർവ്ഡ് ആണെങ്കിൽ ഒരു ഡീകെ, എനർജറ്റിക്കൽ ഏത് ഡീകെ വേണമെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അതിന് സഫിഷ്യൻ്റ് കൈനറ്റിക് എനർജി കൊടുത്താൽ മതി. റൈറ്റ്. പക്ഷേ ഈ കേസിൽ ഡീകെ അല്ല ഉദ്ദേശിച്ച്, കൊളീഷൻ. ഉദാഹരണത്തിന് A+B gives C+D എന്നുള്ള ഇൻട്രാക്ഷൻ ഉണ്ടെന്ന് കരുതുക. റൈറ്റ്. ഉദാഹരണത്തിന് ഇവിടെ രണ്ട് പ്രോട്ടോൺ P+P ഫോർ എക്സാമ്പിൾ. ഓക്കെ, P+P gives
P plus P plus P bar plus P bar. Okay. അപ്പോൾ ഇവിടെ ചാർജ് കൺസേർവ്ഡ് അല്ല അല്ലേ? Alright, so let's look at another example. Okay, ഇങ്ങനൊരു കൊളീഷൻ ഉദാഹരണത്തിന്, okay, maybe it doesn't happen, but just for example, right? ഇങ്ങനൊരു ഇൻട്രാക്ഷൻ എപ്പോഴും അലൗഡ് ആണ്, എനർജറ്റിക്കലി അലൗഡ് ആണ്. റൈറ്റ്, ഇവിടെയുള്ള മാസം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് സഫീഷ്യൻറ്റ് കൈനറ്റിക് എനർജി. ആവശ്യത്തിന് കൈനറ്റിക് എനർജി ഉണ്ടെങ്കിൽ, ആവശ്യത്തിന് കൈനറ്റിക് എനർജി അതിന് ഇനീഷ്യലി ഉണ്ടെങ്കിൽ എനർജറ്റിക്കലി പോസിബിൾ ആവും. റൈറ്റ്, പക്ഷേ ഡീക്കേയുടെ കാര്യത്തിൽ അങ്ങനെ പോരാ. ഡീക്കേയുടെ കാര്യത്തിൽ ഈ ഡീക്കേ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് പാർട്ടിക്കിൾസിൻ്റെ സം ഓഫ് ദ മാസസിനേക്കാളും കൂടുതലായിരിക്കണം. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് മാസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളിതിൻ്റെ മാസസിൻ്റെ ടേബിളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ലെറ്റ്സ് ജസ്റ്റ് അസ്യൂം ദാറ്റ് ദിസ് ഇസ് പോസിബിൾ എനർജറ്റിക്കലി. റൈറ്റ്, കാരണം ഗാമ എന്ന് പറയുന്നത് മാസ്ലെസ് ആണ്. റൈറ്റ്, ലാംഡ സീറോ ആൻഡ് സിഗ്മ സീറോ, ലാംഡ സീറോ, ദ മാസ് ഓഫ് സിഗ്മ സീറോ ഇസ് ആക്ച്വലി ലെസ് ദാൻ ദ മാസ് ഓഫ് സിഗ്മ സീറോ. ഓക്കെ, ലാംഡ സീറോ എം. നൗ യു ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ടേബിൾ എഴുതാം. M of lambda 0 is actually less than M of sigma 0. Alright, so this is energetically allowed. This is energetically allowed. Alright, അപ്പോൾ decay ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Okay, now let's check for charge conservation. You see that charge is 0 on both sides. That's fine. What about the baryon number? Baryon number conservation is also valid. Alright, there's no change in the baryon number on both sides. Alright, ഇവിടെ നമ്മൾ baryon number നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടിക്കിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്പർ 1 ആണ്, റൈറ്റ് സൈഡിലും 1 ആണ്. ഓക്കെ, റൈറ്റ്. ഇനി ഇവിടെ നമുക്കറിയാം ഗാമ വന്നതുകൊണ്ട് വി നോ ദാറ്റ് ദിസ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ. ദിസ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ. ഓക്കെ, ദിസ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ. സിഗ്മ സീറോയും ലാംഡ സീറോയും സ്ട്രോങ്ലി ഇൻറ്ററാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആണെങ്കിലും ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ ആണ്, ബിക്കോസ് ദർ ഇസ് എ ഗാമ. Alright, now just for the sake of completeness, let's check I3. I3 additive quantum number ആണ്, the third component of isospin. സിഗ്മ സീറോയുടെ ഐസോസ്പിൻ എന്ന് പറയുന്നത് 0, ഐസോസ്പിൻ തേർഡ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്, ട്രിപ്ലറ്റിൻ്റെ ഭാഗമാണ് അല്ലേ? സിഗ്മ സീറോ എന്ന് പറയുന്നൊരു ട്രിപ്ലറ്റിൻ്റെ ഭാഗമാണ്. റൈറ്റ്, സോ ദ I3 ക്വാണ്ടം നമ്പേഴ്സ് ആർ -1, 0, +1. റൈറ്റ്, അതുപോലെ നമ്മൾ ലാംഡ സീറോ നോക്കുകയാണെങ്കിൽ ലാംഡ സീറോ ഇസ് എ സിംഗ്ലെറ്റ്. ലാംഡ സീറോ ഇസ് എ സിംഗ്ലെറ്റ് ഈസ് ഓക്കെ, ഈ 0 ചാർജിനെയാണ് സൂചിപ്പിക്കുന്നത്. I3 നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ഗിവ്സ് 0 + 0. ഫൈൻ. വാട്ട് അബൌട്ട് ഐസോസ്പിൻ? ഓക്കെ, ഐസോസ്പിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു ട്രിപ്ലറ്റിൻ്റെ ഭാഗമാണ്. ട്രിപ്ലറ്റിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഐസോസ്പിൻ 1 ആണ്. റൈറ്റ് സൈഡിൽ നമുക്കുള്ളൊരു സിംഗ്ലെറ്റ് ആണ്, ഐസോസ്പിൻ 0 ആണ്. യു സീ ദാറ്റ് ഐസോസ്പിൻ ഇസ് നോട്ട് കൺസേർവ്ഡ്. ഐസോസ്പിൻ ഇസ് നോട്ട് കൺസേർവ്ഡ്. ഐസോസ്പിൻ ഇസ് നോട്ട് കൺസേർവ്ഡ്. ഓക്കെ, അപ്പോൾ ഐസോസ്പിൻ കൺസേർവ്ഡ് അല്ലാത്തതുകൊണ്ടും നമുക്കിത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷൻ ആണെന്ന് പറയാൻ കഴിയും. റൈറ്റ്, നേരത്തെ കണ്ടപോലെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷനിലും ഐസോസ്പിൻ നോൺ കൺസേർവ്ഡ് ആവണമെന്നില്ല, ഐസോസ്പിൻ വയലേറ്റ് ആണെന്ന് നിർബന്ധമില്ല. റൈറ്റ്, ചില ഇലക്ട്രോമാഗ്നറ്റിക് ഇൻറ്ററാക്ഷനിൽ ഐസോസ്പിൻ കൺസേർവ്ഡ് ആവാനുള്ള സാധ്യത എങ്കിലും നമ്മൾ കാണുന്നുണ്ട്. റൈറ്റ്, സോ ലെറ്റ്സ് നോട്ട് വറി too much about that. Alright, so the idea is that if you have a gamma, it has to be an electromagnetic interaction. അതുപോലെ ന്യൂട്രിനോ ഉണ്ടെങ്കിൽ അതൊരു വീക്ക് ഇൻറ്ററാക്ഷൻ ആയിരിക്കും. ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വീക്ക് ഇൻറ്ററാക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം, pi0 gives gamma plus gamma. Okay, clearly charge is conserved, charge is 0 on both sides. The baryon number is conserved, baryon number is 0 on both sides. Okay, again there's photon here, so it's electromagnetic interaction. Just for the sake of completeness, let's check also the I3. Okay, I3 check ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം. Again, it gives 0 to 0. What about isospin? If you look at isospin, we know that pi0 is part of a triplet. Okay, pi0 is part of a triplet. Triplet എന്ന് പറഞ്ഞാൽ I is equal to 1. ശരിയല്ലേ? ഇതിൻ്റെ 3 പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് I3യുടെ 3 പോസിബിൾ വാല്യൂസ് -1, 0, +1. വേറെ രീതിയിൽ നമുക്ക് പറയാവുന്ന I is equal to n-1 divided by 2. ഒരു n പാർട്ടിക്കിളുള്ള മൾട്ടിപ്ലറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് n-1 divided by 2 ആണ്. Okay, so we know that this is 1 to 0. We see that isospin is not conserved. Okay, isospin is not conserved. Okay, we can also check the spin. For example, ഇപ്പോൾ ആംഗുലർ മൊമെൻ്റത്തിനെ കുറിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നിട്ടില്ല. You can just check for spin also if you want. You see that there's no problem with spin also. Right, this is
a scalar particle or a pseudo scalar, I don't know exactly. It's scalar, so it is spin 0 particle, and this is a spin 0 particle. Gamma is a spin 1 particle, alright. So ഇവിടെ രണ്ട് ഇതുള്ളതുകൊണ്ട് there are two possibilities here, because spin നമ്മൾ നോക്കേണ്ടത് എന്താണ്, spin നമ്മൾ നോക്കേണ്ടത് വെക്റ്റർ അഡീഷൻ ആയിട്ടാണ്. So it could be 1 minus 1 0, or it could be 1, or it could be 1 plus 1 2. alright, നമ്മളിത് കണ്ടിട്ടുണ്ടാവും. J1 minus J2 up to J1 plus J2 അല്ലേ, J1 plus J2. ഇത് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സിനെല്ലാം വാലിഡ് ആണ്. അതുപോലെ ഐസോസ്പിന്നിനും ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. alright, so here is something different. We have got K0 gives pi plus pi minus. Okay, what interaction is it? First you have to check if it is allowed. Clearly this is allowed because the charge is 0 on both sides. What about baryon number? Baryon number is also 0 on both sides. These are not baryons, these are mesons. alright, okay. Charge, baryon number. Lepton number you don't have to check because these are not leptons. alright, what about strangeness? Let's check strangeness. okay, strangeness, അപ്പോൾ നമ്മൾ K0യുടെയും പൈ പ്ലസിൻ്റെയും പൈ മൈനസിൻ്റെയും സ്ട്രേഞ്ച്നെസ് നമുക്ക് അറിഞ്ഞിരിക്കണം. പൈ പ്ലസിൻ്റെയും പൈ മൈനസിൻ്റെയും നമുക്കറിയാം സ്ട്രേഞ്ച്നെസ് 0 ആണ്. K0 നമ്മുടെ ഓക്റ്ററ്റിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, K0 നമ്മുടെ ഓക്റ്ററ്റിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. K0 ഇറ്റ്സ് K0 K പ്ലസ്. ഇതൊന്ന് മെമ്മറൈസ് ചെയ്താൽ മതി. മുകളിലുള്ളത് K0 K പ്ലസ് ആണ്. ദീസ് ആർ സ്ട്രേഞ്ച്നെസ് 1 particles. alright, so what do we have here? We have got strangeness 1 here going to 0 plus 0. So you see the strangeness is not conserved. alright, what about I3? alright, so these are charged particles. Maybe this is electromagnetic, we don't know electromagnetic interaction ആണോ എന്ന് നമുക്കറിയില്ല. alright, പക്ഷേ സ്ട്രേഞ്ച്നെസ് കൺസേർവ്ഡ് അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ അല്ല എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ I3 ചെക്ക് ചെയ്ത് നോക്കാം. I3 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ K0 ഹാഫ് ആണ്. ഹാഫ് ഗീവ്സ് പൈ പ്ലസിൻ്റേത് +1 ആണ്, പൈ മൈനസിൻ്റേത് -1 ആണ്. alright, so we see that I3 is also not conserved. Delta I3 is not equal to 0. ഓക്കെ, ഇത് അഡിക്റ്റീവ് ആയതുകൊണ്ട് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഐസോസ്പിന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. alright, ഐസോസ്പിൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളത് ഹാഫ് ആണ്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ളത് പൈ പ്ലസിൻ്റെ ഐസോസ്പിൻ എന്ന് പറയുന്നത് 1, ഒരു ട്രിപ്ലറ്റിൻ്റെ ഭാഗമാണ്. പൈ മൈനസിൻ്റേത് അഗെയിൻ 1. അപ്പോൾ ഇവിടെയുള്ള പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് 1 minus 1 0 ആകാം, 1 ആകാം, ഇറ്റ് കുഡ് ഓൾസോ ബി 2. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹാഫേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 0 1 2 എന്നിങ്ങനെയുള്ള പോസിബിലിറ്റീസ് ആണ്. സോ ദർ ഇസ് നോ വേ ദാറ്റ് ഐസോസ്പിൻ ക്യാൻ ബി കൺസേർവ്ഡ് ഇൻ ദിസ് reaction. okay, no way that isospin can be conserved. So that's why we say delta I is not equal to 0, delta I3 is not equal to 0, strangeness is also not conserved. okay, now ഈ quantities എല്ലാം നോൺ കൺസേർവ്ഡ് ആവുന്ന ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്ക് ഇൻട്രാക്ഷൻ ആണ്. okay, so this is a weak interaction. alright, that's how you do such problems. Here again we have got lambda 0 gives p plus pi minus. okay, lambda 0 gives p plus pi minus. Charge conserved ആണ്. It's obvious, you can just by looking at it you see that the charge is conserved. And what about baryon number? Baryon number is conserved 1 to 1 അല്ലേ. lambda 0 ഒരു baryon ആണ്, പ്രോട്ടോണും baryon ആണ്. So it's 1 to 1. And pi minus ഒരു മെസോൺ ആണ്, അതിൻ്റെ baryon number 0 ആണ്. alright, lepton number നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. okay, so what about strangeness? Now ഇപ്പോൾ ഇത്ര നോക്കിയപ്പോൾ ഇത് അലൗഡ് ആണെന്ന് മനസ്സിലായി, ഇത് അലൗഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിനി strangeness നോക്കാം. alright, lambda 0, is it a strange particle? Lambda 0 has strangeness -1 if I remember right. okay, if you recall the picture you see that lambda 0 appears here and its strangeness -1. okay, lambda 0 has strangeness -1. okay, so it's -1 going to p has strangeness 0 and pi minus also strangeness 0. so you see that the strangeness is not conserved. ഈ കേസിൽ strangeness conserved അല്ല. so this has to be a weak interaction. alright, what about I3? I3 നമ്മൾ നോക്കുകയാണെങ്കിൽ lambda 0 അതിൻ്റെ I3
ഇതൊരു സിംഗ്ലെറ്റിൻ്റെ ഭാഗമാണ്. റൈറ്റ്, ഇറ്റ്സ് സിംഗ്ലെറ്റ്, സോ ഇറ്റ്സ് 0. ഇവിടെ പിയുടെ I3 ഹാഫ് ആണ്. പി മൈനസിൻ്റേത് -1. ഓക്കെ, -1. Right, so 0 goes to -half. I3 is also not conserved. Okay, I3 is also not conserved. We can also check I. Right, left side നമുക്ക് 0 ആണുള്ളത്, ലെഫ്റ്റ് സൈഡിൽ 0 ആണുള്ളത്. റൈറ്റ് സൈഡിൽ പി പ്ലസ് പൈ മൈനസ് എന്നാണുള്ളത് അല്ലേ. പിയുടെ ഇത് ഹാഫാണ്, പൈ മൈനസിൻ്റേത് 1 ആണ്. ഓക്കെ, ഐസോസ്പിൻ, ആ ട്രിപ്ലെറ്റിൻ്റെ ഐസോസ്പിന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 1 minus half is half and 1 plus half is 3/2. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. Okay, so you see that there is no way that isospin can be conserved. Isospin is also clearly not conserved കാരണം ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, റൈറ്റ് സൈഡിൽ 0 എന്നുള്ള പോസിബിലിറ്റി ഇല്ല. Okay, so you see that isospin is also not conserved. So this is a weak interaction. This is a weak interaction. Strong interaction ആണെങ്കിൽ I3 conserved ആവുമായിരുന്നു. Alright, sorry, a strong interaction I3 conserved ആവും, I conserved ആവും, S strangeness conserved ആവും. Alright, ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആണെങ്കിലും I3 കൺസേർവ്ഡ് ആണ്. റൈറ്റ്, അതിൻ്റെ ഒരു ടേബിൾ നമുക്ക് ഇവിടെ ഉണ്ട്. സ്ട്രോങ് ഇൻട്രാക്ഷനിലാണെങ്കിൽ ഇതെല്ലാം കൺസേർവ്ഡ് ആണ്. ബട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ആണെങ്കിൽ ഐസോസ്പിൻ മാത്രം ആണ് നോൺ കൺസേർവ്ഡ് ആകുക. ഐസോസ്പിൻ മാത്രമാണ് നോൺ കൺസേർവ്ഡ് ആകുക. സ്ട്രേഞ്ച്നെസ്സും കൺസേർവ്ഡ് ആണ്, I3യും കൺസേർവ്ഡ് ആണ്. റൈറ്റ്, വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ ഇത് മൂന്നും generally non conserved ആണ്. Okay, this is how you identify a weak interaction. Right, okay, here is another one. Psi minus gives lambda 0 plus pi minus. This again we see that the charge is conserved. Okay, കാരണം രണ്ട് സൈഡിൽ -1 ആണ് അല്ലേ. Baryon number is conserved. Baryon number psi minus gives lambda 0 plus pi minus. Okay, psi minus ഏതിൽ വരുന്നതാണെന്ന് നോക്കാം. See, psi minus is a baryon. Right, it comes with neutron and proton. It's a baryon. It has strangeness -2. It has strangeness -2, but it has baryon number 1. Okay, so psi minus into baryon number 1 ആണ്. Okay, and lambda 0 has baryon number again 1. Okay, this is 0. Pi minus has baryon number 0, so baryon number is conserved. All right, what is this? Delta Q, delta S. We can check strangeness. Okay, -2 gives lambda 0 has strangeness -1. Pi minus has strangeness 0. So you see that strangeness is not conserved. Okay, so I should write delta is not equal to 0 here. All right, strangeness conserved അല്ല എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാത്തൊരു വീക്ക് ഇൻട്രാക്ഷൻ ആണെന്ന്. Okay, that's a weak interaction. You can check as an exercise. You can check also the isospin and the third component of isospin. Here is another one. Lambda 0 gives P plus E minus plus nu bar. So there's a neutrino appearing here. അപ്പോൾ ഇത് അലൗഡ് ആണോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമ്മൾ ബാരിയോൺ നമ്പർ നോക്കുകയാണ്. ബാരിയോൺ നമ്പർ നോക്കുകയാണെങ്കിൽ ലാംഡ 0 ബാരിയോൺ നമ്പർ 1, ഇവിടെയും ബാരിയോൺ നമ്പർ 1. ഓക്കെ, ഇതിൻ്റെ എല്ലാം ബാരിയോൺ നമ്പർ 0 ആണ്. സോ ബാരിയോൺ നമ്പർ ഈസ് കൺസേർവ്ഡ്. നമ്മൾ ഏതാണ് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, ബാരിയോൺ നമ്പർ ഈസ് കൺസേർവ്ഡ്. വാട്ട് അബൌട്ട് ചാർജ്? ലെറ്റ്സ് ഓൾസോ ചെക്ക് ചാർജ്. 0 gives 1 minus 1 plus 0. Again, neutrinos are chargeless. Charge is also conserved. So this seems to be an allowed interaction. അത് മാത്രം നമ്മൾ ലെപ്റ്റോൺ നമ്പർ, പ്രധാനമായിട്ട് ലെപ്റ്റോൺ നമ്പർ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇലക്ട്രോൺ ന്യൂട്രിനോ ആണ്. ഓക്കെ, അസ്യൂം ദാറ്റ് ദിസ് ഇസ് ആൻ ഇലക്ട്രോൺ ന്യൂട്രിനോ. ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, റൈറ്റ് സൈഡിൽ ഇതിൻ്റെ 0 ആണ്, ഇതിൻ്റെ 1 ആണ്. ഓക്കെ, റൈറ്റ്. അതേസമയം ന്യൂ ഇ ബാർ, ദാറ്റ്സ് എൻ ആൻറ്റി പാർട്ടിക്കിൾ, സോ ഇറ്റ്സ് ലെപ്റ്റോൺ, ദാറ്റ്സ് എൻ ആൻറ്റി ലെപ്റ്റോൺ. ഓക്കെ, സോ ഇറ്റ്സ് lepton number is -1. Okay, so you see that the lepton number is conserved. രണ്ട് സൈഡിൽ 0 ആണ്. പിന്നെ ഡെൽറ്റ എൽ ഈക്വൽ ടു 0 എന്നുള്ള എഴുതിയിരിക്കുന്നത്. റൈറ്റ്, ഇത് അലൗഡ് ഇൻട്രാക്ഷൻ ആണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി വേറെ അധികം നോക്കാതെ തന്നെ ന്യൂട്രിനോ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വീക്ക് ഇൻട്രാക്ഷൻ. റൈറ്റ്, സോ ഇറ്റ്സ് എ വീക്ക് ഇൻട്രാക്ഷൻ. റൈറ്റ്, ഇനി ഇതിൻ്റെ ഒരു മാസ് ഓഫ് ഹാഡ്രോൺസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ചില പ്രോബ്ലംസ് ചെയ്യാൻ ഇതിൻ്റെ മാസിനെ കുറിച്ച് റഫ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ആവശ്യമാണ്.
MEV per c square, MEV per c square, അത് MEV നമ്മൾ എനർജിയുടെ യൂണിറ്റ്സ് ആണ്. MEV per c square എന്നുള്ള യൂണിറ്റിലാണ് നമ്മളിവിടെ മാസ് എഴുതിയിരിക്കുന്നത്. പൈ മൈനസ് പൈ 0 പൈ പ്ലസ്, ഓക്കെ, ദേ ആർ ഓൾ അറൗണ്ട് 138 MEV. നമ്മൾ ചിലപ്പോൾ C = 1 എന്നുള്ള യൂണിറ്റ് സിസ്റ്റം പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മാസ് MEVയിലാണ് പറയുക. റൈറ്റ്, C = 1 എന്നുള്ള നാച്ചുറൽ യൂണിറ്റ് സിസ്റ്റം സ്വീകരിക്കുകയാണെങ്കിൽ വിൽ സേ ദാറ്റ് the mass will also have the units of energy and will say it is MEV. 138 K0 K plus 495, ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു സിഗ്മ സീറോയുടെ 1193. അതേസമയം ലാംഡയുടെ 1116. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ സീറോയുടെ മാസ് ലാംഡയുടെ മാസിനേക്കാളും കൂടുതലാണ്. അതേസമയം പ്രോട്ടോൺ ന്യൂട്രോൺ ദേ ആർ അറൗണ്ട് 938 MEV. റഫായിട്ടുള്ള ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, സോ നമുക്ക് നേരത്തെ ആവശ്യമായിട്ട് വന്നതാണ് ലാംഡ, മാസ് ഓഫ് ലാംഡ or mass of sigma is actually greater than mass of lambda. Is that correct? This is 1116, this is 1193. All right, so the mass of sigma is greater than mass of lambda. All right, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുന്നതായിരിക്കും. ഇനി ഇത് ഒരു സെറ്റ് ഓഫ് ഇൻറ്ററാക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഇതിലേതൊക്കെ ഇൻറ്ററാക്ഷൻ അലൗഡ് ആണ്? തന്നിരിക്കുന്ന ഇൻറ്ററാക്ഷൻ അലൗഡ് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അലൗഡ് ആണെങ്കിൽ ഏത് ഇൻറ്ററാക്ഷനാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദിസ് ഐ ലീവ് ആസ് എൻ എക്സസൈസ് ഫോർ യു. ഇതിൻ്റെ നല്ലൊരു ഭാഗം എക്സസൈസ് ആയിട്ട് വിടാം. ഓൾറൈറ്റ്, ഓക്കെ, ഇനി ഈ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത്, ജസ്റ്റ് റാൻഡംലി വിൽ ഡു എ ഫ്യൂ ഓഫ് ദം. എൻ്റെ സൊല്യൂഷൻ, റഫായിട്ടുള്ള സൊല്യൂഷൻ എൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ്. ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക് യു ക്യാൻ കോൺടാക്ട് മീ. ഓൾറൈറ്റ്, ഈ ഒരു ഇൻറ്ററാക്ഷൻ നോക്കാം. ഇസ് ദിസ് ആൻ അലൗഡ് ഇൻറ്ററാക്ഷൻ? ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഡീകേ ആണ്. ഓൾറൈറ്റ്, ഇത് ഡീകേ ആണ്. അപ്പോൾ ഇതിൻ്റെ മാസ് യു നോ ദാറ്റ് മാസ് ഓഫ് സിഗ്മ must be greater than or equal to mass of lambda plus mass of pi 0. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യണം, അത് ചെക്ക് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ മാസ് ടേബിൾ കൊടുത്ത്. ഇനി മാസ് ഓഫ് സിഗ്മ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മാസ് ഓഫ് സിഗ്മ അറൗണ്ട് 1193 MeV. Okay, so on the left side of this interaction we have got 1193. Okay, on the right side we have got mass of lambda. Mass of lambda is 1116. Okay, and mass of pi 0 is 138. Right, so 1116 and 138. Okay, so you can add this and check if this condition is satisfied. Okay, so on the left side we have got 1193 and on the right side we have got 1254. All right, so you see that m of sigma is actually less than m of lambda plus m pi 0. Right, now we have already seen that if this is the case, then this decay is not allowed. Okay, this is not allowed. Not allowed. All right, because it's not energetically possible. It's not energetically possible. All right, so that's how you do such problems. So I think I leave these problems as an exercise for you. You can do the rest of them. All right, നമുക്ക് വേണമെങ്കിൽ റാൻഡം ആയിട്ടൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. Let's take a slightly complicated looking problem. ഈ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് പോസിബിൾ ആണോ എന്ന് ആദ്യം നോക്കണം. ഫസ്റ്റ് ലെറ്റ്സ് ചെക്ക് ചാർജ് കൺസർവേഷൻ. ലെറ്റ്സ് ഡു ഇറ്റ് സിസ്റ്റമാറ്റിക്കലി. അത് നമുക്ക് ചാർജ് കൺസർവേഷൻ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർജ് ഇസ് 2. ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 1 പ്ലസ് 0 പ്ലസ് K0 എന്ന് പറയുന്നത് 0 ആണ്. പൈ പ്ലസ് ഇസ് 1 ആൻഡ് പൈ 0 ഇസ് 0. റൈറ്റ്, you see that charge is conserved. Charge is conserved. What about the baryon number? baryon number നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ baryon number 2 ആണ്. റൈറ്റ് സൈഡിൽ സിഗ്മ is a baryon. The neutron is a baryon. K0 is not a baryon, it's a meson. Okay,
So we see that the baryon number is also conserved. Left side 2 ആണ്, right side 2 ആണ്. Charge baryon number, lepton number നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം there are no leptons in this interaction. Alright. Okay. So this seems to be an allowed interaction. ഇത് particle collision ആയത് കാരണം നമ്മൾ energetically possible ആണോ നോക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് kinetic energy protonsന് കൊടുക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കും. Alright. Okay. So now we need to find which interaction this is. Okay, what interaction this is. Alright. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം strangeness ചെക്ക് ചെയ്ത് നോക്കാം. Strangeness നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലെ strangeness 0 ആണ്, കാരണം protons are not strange particles. സിഗ്മ പ്ലസിൻ്റെ strangeness നമുക്കറിയാം -1 ആണ്. ന്യൂട്രോൺസിൻ്റെ strangeness 0 ആണ്. If you have a doubt you can check back our diagram. Alright. K0യുടെ strangeness 1 ആണ്. Pi പ്ലസിൻ്റെ 0 ആണ്, pi മൈനസിൻ്റെ 0 ആണ്. You see that the strangeness is conserved. Right, 0 on both sides. So it's not a weak interaction. It's not a weak interaction. Let's also, for the sake of completeness, check the isospin. Okay, first we'll check the third component of isospin. So we have got half plus half gives sigma plus ഒരു ട്രിപ്ലെറ്റിൻ്റെ ഭാഗമാണ്. Alright, അപ്പോൾ അത് പ്ലസ് ചാർജ് ഉള്ളതായതുകൊണ്ട് അതിൻ്റെ +1 ആണ്. Okay, neutron-ൻ്റേത് -half ആണ്. If you remember, the I3 of neutron is -half. K0 is a part of a doublet. K0 K plus ആയിരുന്നു അല്ലേ? Let's just check that. K0 and K plus. അപ്പോൾ K0യുടേത് -half-ഉം K plus-ൻ്റേത് +half-ഉം. നമ്മൾ ചാർജ് കൂടുതലാണെങ്കിൽ, ചാർജ് ഒരു മൾട്ടിപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ചാർജുള്ള പാർട്ടിക്കിളിനായിരിക്കും ഐസോസ്പിൻ തേർഡ് കോമ്പൗണ്ട് ഓഫ് ഐസോസ്പിൻ I3 അല്ലെങ്കിൽ IZ കൂടുതൽ. റൈറ്റ്, അതായത് ഗ്രേറ്റർ Q ഗ്രേറ്റർ ഇസ് ദ തേർഡ് കോമ്പൗണ്ട് ഓഫ് ഐസോസ്പിൻ. ഓക്കെ, അപ്പോൾ K0യുടേത് -half ആണ്. K0യുടേത് -half ആണ് I3. റൈറ്റ്, നമ്മളിവിടെ വരെ എത്തി. സിഗ്മ പ്ലസിൻ്റേത് +1, ന്യൂട്രോണിൻ്റേത് -half, K0 again it's -half. Okay, pi പ്ലസിൻ്റേത് 1 ആണ്, pi0യുടേത് -1 0, right, 0. So on the left side we have got 1, on the right side we have got 1, right, because 1 minus half is half, half minus half is 0, 0 plus 1 is 1. I3 is also conserved. For the sake of completeness, let's also check isospin. Well, let's also check isospin. Okay, we have to be a bit careful here. There are many particles, but we'll be systematic and we'll get it. Okay, but left side la isospin nammal nokkanengil half, half രണ്ട് possibilities ആണുള്ളത്. It could either be 0 or 1. Okay, right side നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഏതൊക്കെ isospins ആണുള്ളത്? We have got sigma plus and isospin 1 ആണ്. ന്യൂട്രോൺ isospin half ആണ്. Okay, K0 again isospin half, pi plus isospin 1 ആണ്, pi0 is also isospin 1. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടെണ്ണം ഏതെങ്കിലും ആദ്യത്തെ രണ്ടെണ്ണം എടുത്ത് കമ്പൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. യു ക്യാൻ ഹാവ് ഹാഫ് ഓർ 3/2. കുഡ് ഹാവ് ഹാഫ് ഓർ 3/2. ഫൈൻ. ഇനി ഈ രണ്ടിൻ്റെയും കൂടെ നമ്മൾ ഈ ഹാഫ് എന്നുള്ളത് ആഡ് ചെയ്ത് നോക്കുക. യു ഹാവ് ടു ടേക്ക് ഹാഫ്, യു ഹാവ് ടു ടേക്ക് കോമ്പിനേഷൻ ഓഫ് ഹാഫ് വിത്ത് ബോത്ത് ദീസ്. ഓക്കെ, പ്ലസ് ഐസോസ്പിൻ ഹാഫ് ഇങ്ങനെ എഴുതാം. റൈറ്റ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ കൂടെ ഹാഫ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെയാണ് ഹാഫ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് കുഡ് ബി 3/2 മൈനസ് 1/2. 3/2 മൈനസ് 1/2 എന്ന് പറയുന്നത് 1. കറക്റ്റ്, 3/2 മൈനസ് 1/2 ഇറ്റ്സ് 2/2, സോ ഇറ്റ്സ് 1. ഓക്കെ, 3/2 പ്ലസ് 1/2 എന്ന് പറയുന്നത് 2. കറക്റ്റ്, 4/2 ദാറ്റ്സ് 2. റൈറ്റ്, ഇത് രണ്ട് 1ൻ്റെ ഡിഫറൻസ് ആണ്, അപ്പോൾ ഇടയിൽ വേറൊന്നുമില്ല. ഓക്കെ, ഇനി അഗെയിൻ യു ക്യാൻ ബ്രിങ് ദിസ് 1 ടുഗദർ. ഇങ്ങനെയാണ് എല്ലാ പോസിബിൾ ഐസോസ്പിൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആക്ച്വലി ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കിത് മാത്രം മതി. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് നോക്കണമെങ്കിൽ അല്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ലെറ്റ്സ് ചെക്ക് എനിവേ. റൈറ്റ്, സോ ഇവിടെ ഹാഫ് നമ്മൾ ആഡ് ചെയ്തു. റൈറ്റ്, ഇനി നമുക്ക് ഈ 1 എടുത്ത് നോക്കാം. 1 ഇതിൻ്റെ കൂടെ കൊണ്ടുവരണമെങ്കിൽ 0യും 1ഉം കമ്പൈൻ ചെയ്യുമ്പോൾ ആകെ ഒരു പോസിബിലിറ്റി ഉള്ളൂ 1. ഓക്കെ, 1 and 1 കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ് കുഡ് ബി 0
it could be 1. നമ്മൾ J1 minus J2 up to J1 plus J2 എടുക്കുന്ന പോലെ. Okay, it could also be 2. Okay, ഇതിൻ്റെ കൂടെ അതേപോലെ തന്നെ from here also you get all these 3 possibilities 0, 1, 2. Okay, ഈ 2ൻ്റെ കൂടെയാണ് നമ്മൾ 1 കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ 2 minus 1 is 1 and 1 plus 1 is 2, 2 plus 1 is 3. ഈ പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. Again you have got one more 1 to combine with this. 1ൻ്റെ കൂടെ 1 കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 0, 1, 2 എന്നിങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ 1 കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 0യുടെ കൂടെ 1 കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ it could only be 1. 1ൻ്റെ കൂടെ 1 കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ again there can be possibilities 0, 1 and 2. അതുപോലെ 2ൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2ൻ്റെ കൂടെ 1 കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ okay, 2 minus 1 is 1, 1 plus 1 is 2 and 2 plus 1 is 3. Alright? Okay, ഇങ്ങനെ ഇത് ഓരോന്നിൻ്റെ കൂടെ നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്ത് നോക്കണം. ഇവിടെ 0യുടെ കൂടെ 1 കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ there is only a 1 here. Again 1ൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 3 പോസിബിലിറ്റീസ്, 2ൻ്റെ കൂടെ 3 പോസിബിലിറ്റീസ്. ഇതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം, ഏതൊക്കെയാണ് പോസിബിൾ ഐസോസ്പിൻസ് നോക്കാൻ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഐസോസ്പിൻസും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പോസിബിലിറ്റീസ് എല്ലാം തന്നെ റൈറ്റ് സൈഡിലുണ്ട്. ഓക്കെ, ഇവിടെ 0 ഐസോസ്പിൻ എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്, റൈറ്റ് സൈഡിൽ 0 ഐസോസ്പിൻ എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 1 ഐസോസ്പിൻ 1 എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയും ഐസോസ്പിൻ 1, ടോട്ടൽ ഐസോസ്പിൻ 1 എന്നുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. Alright, so this says that the isospin could be conserved in this interaction. Okay, it's clearly conserved. ഇവിടെ 0 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 0 ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ 1 ആകുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ 1 ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി ചെക്ക് ദ കൺസർവേഷൻ ഓഫ് ഐസോസ്പിൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് നമുക്ക് 4 1 2 3 1 2 3 4 5 1 2 3 4 5 5 ഐസോസ്പിൻ കമ്പൈൻ ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തത് ആദ്യം 2 എടുത്ത് കമ്പൈൻ ചെയ്തു, അതിൻ്റെ പോസിബിൾ വാല്യൂസുമായിട്ട് 3ാമത്തേത് കമ്പൈൻ ചെയ്തു, അതിൻ്റെ എല്ലാ പോസിബിൾ വാല്യൂസായിട്ട് 4ാമത്തേത് കമ്പൈൻ ചെയ്തു, അതിൻ്റെ എല്ലാ പോസിബിൾ വാല്യൂസായിട്ട് 5ാമത്തേൻ്റെ കമ്പൈൻ ചെയ്തു. ഓക്കെ, ഈ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പോസിബിൾ വാല്യൂസിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയ പോസിബിൾ വാല്യൂസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഐസോസ്പിൻ ക്യാൻ ബി കൺസർവ്ഡ്. Okay, so this is clearly a strong interaction. This is clearly a strong interaction. Okay, this is possible and it is strong. All right. Okay. ഈ 2 ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 2 നമ്മൾ ചെയ്തത്, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കാം. C and J. ഓക്കെ, C നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇറ്റ്സ് നോട്ട് എനർജറ്റിക്കലി അലൗഡ്. നോട്ട് അലൗഡ്. So let's look at the solution. C, we see that it's impossible because of energy conservation. അടുത്ത് J ആണ്. ഓക്കെ, J, we see that it's possible and strong. ഓക്കെ, എൻ്റെ ഫൈനൽ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക്. റൈറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറായിട്ട് ഇത് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ യു പ്ലീസ് കോൺടാക്ട് മീ ആൻഡ് ദെൻ വിൽ സി. ഓക്കെ, alright, now with that let's go on to the quark model. ഇപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടത് ഹാഡ്രോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഹാഡ്രോൺസ് എന്നുള്ള പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു 2 തരത്തിലുണ്ട്, ബാരിയോൺസും മെസോൺസും. ഓക്കെ, ബാരിയോൺസും മെസോൺ ഇതെല്ലാം സ്ട്രോങ്ലി ഇൻട്രാക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആണ്. ഇതിനെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു ഐസോസ്പിൻ്റെ 3rd കോമ്പൗണ്ട് അതുപോലെ സ്ട്രേഞ്ച്നെസ്, ഇത് രണ്ടും ഉള്ളൊരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് സം നൈസ് ജോമെട്രിക്കൽ ഫിഗേഴ്സ്. റൈറ്റ്, അതുപോലെ ബൈരോൺ നമ്പർ, സ്ട്രേഞ്ച്നെസ്, ഇങ്ങനെയുള്ള ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ട കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ചേർത്ത എക്സ്ട്രാ അഡീഷൻസ് ആണ്. റൈറ്റ്, അതിനൊരു എന്താ പറയുക വിശദീകരണമില്ല. ഇറ്റ് ഡസൻറ്റ് എക്സ്പ്ലെയിൻ വൈ ദ ബൈരോൺ നമ്പർ ഹാസ് ടു ബി കൺസർവ്ഡ് എക്സെട്ര. റൈറ്റ്, അപ്പോൾ ഈ ഒരു പാറ്റേൺ, റൈറ്റ്, ഇങ്ങനെ ഈ ഓക്റ്ററ്റ് ഇതുപോലുള്ള പാറ്റേൺസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെക്യൂപ്ലെറ്റ് ഒക്കെ നമുക്കറിയാം, ബൈരോൺസിൻ്റെ എക്സൈറ്റഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡെക്യൂപ്ലെറ്റ് ഫോം ചെയ്യും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ഫോം ചെയ്യുന്നത് ഇറ്റ് ഷോസ്, ഇറ്റ് ടെൽസ് ദാറ്റ് ദർ ഇസ് സം അണ്ടർലൈങ് പാറ്റേൺ ഓർ സം അണ്ടർലൈങ് സ്ട്രക്ചർ. Okay, some underlying structure. Okay, it suggests that there is some underlying structure. Okay, and it has a relation. These numbers, okay, there are singlets, there are what do you say, octets, we have got decuplets. Okay, ഇങ്ങനെയുള്ള numbers ആണുള്ളത്. All right, now we can identify that these numbers are actually associated with the group SU3 etc., but we don't go into the details there. All right, അപ്പോൾ it was suggested that these patterns are not accidental. ഇത് വെറുതെ കോയിൻസിഡൻ്റ് അല്ല, but it can be explained. Okay, these patterns can be explained if you assume that these hadrons are made up of
tinier particles. അതായത് ഹാഡ്രോൺസ് ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഫോം ചെയ്യുന്നതിന് വിശദീകരിക്കാൻ ഈ ഹാഡ്രോൺസ് അതിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിതമാണ് എന്ന് അസ്യൂം ചെയ്താൽ മതി. ഓക്കെ, എന്ന് ഗെൽമാൻ അതുപോലെ സ്വൈഗ് ഇങ്ങനെയുള്ള ആൾക്കാരാണിത് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാർക്സ് ഏതൊക്കെ ക്വാർക്സ് ആണ് കൊണ്ടുവരേണ്ടത് ചോദിച്ചാൽ ക്വാർക്സിന് ഒന്നാമത് ഫ്രാക്ഷണൽ ചാർജ് ആയിരിക്കണം. കാരണം നമുക്കറിയാം പ്രോട്ടോൺ പോലുള്ള ചാർജ് 1 ആണ്. അപ്പോൾ അതിന് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് 1 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വാർക്സ് ഗെൽമാൻ മുന്നോട്ട് വെച്ച ക്വാർക്സ് ഇതെല്ലാം നമ്മൾ വീണ്ടും ഇത് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഐസോസ്പിൻ വേഴ്സസ് I3. ഓക്കെ, SI3 പ്ലെയിനിൽ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് D and U ഫോം എ ഡബിളറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ I3 എന്ന് പറയുന്നത് -1/2 ഇതിൻ്റെ I3 എന്ന് പറയുന്നത് +1/2. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രേഞ്ച്നെസ് 0. DU ആർ നോൺ സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് ആൻഡ് ദർ ഇസ് ഓൾസോ സ്ട്രേഞ്ച് ക്വാർക്ക്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഇവിടെയുള്ള ഇതിൻ്റെ ഫ്രാക്ഷണൽ ചാർജസ് ആണ്. ക്വാർക്സിൻ്റെ ചാർജ് ഫ്രാക്ഷണൽ ചാർജസ് ആണ്. Q is 2/3 along this line and Q is -1/3 along this line. അപ്പോൾ യുവിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2/3 ആണ്. അതുപോലെ D, S both have the charge -1/3. ഓക്കെ, അപ്പോൾ ഇത്തരം 3 ക്വാർക്കുകൾ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഇത്തരം 3 ക്വാർക്കുകൾ കൊണ്ടാണ് ഹാഡ്രോൺസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അസ്യൂം ചെയ്യുന്നതിലൂടെ ഈ കണ്ട പാറ്റേൺസ് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ കഴിയുമെന്ന് ഗെൽമാൻ, സ്വൈഗ് അതുപോലെയുള്ള ആൾക്കാർ കാണിച്ചു തന്നു. ഓക്കെ, ദേ ഷോഡ് ദാറ്റ് ദിസ് ഈസ് ആക്ച്വലി ട്രൂ. അതുപോലെ അക്കാലത്ത് നടന്ന ഡീപ്പ് ഇനലാസ്റ്റിക് സ്കാറ്ററിങ് പോലുള്ള എക്സ്പെരിമെൻറ്റ്സ് കാണിച്ചത് നമ്മളൊരു ഫോട്ടോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ന്യൂക്ലിയസിനെ പ്രോബ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഓക്കെ, ഹൈലി ഡീപ്ലി ഇനലാസ്റ്റിക് സ്കാറ്ററിങ് അതുപോലെ സ്കാറ്ററിങ് എക്സ്പീരിയൻസിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വന്ന പാർട്ടിക്കിൾ ഇറ്റ് സെയിംഡ് ദാറ്റ്, റൈറ്റ്, ന്യൂക്ലിയോൺസിൻ്റെ ഉള്ളിലേക്ക് പ്രോട്ടോണിൻ്റെ ഉള്ളിലേക്ക് വന്ന പാർട്ടിക്കിൾസ് ഉദാഹരണത്തിന് ഇറ്റ് സെയിംഡ് ദാറ്റ് ദേ ആർ സ്കാറ്ററിങ് ഓഫ് പോയിൻറ്റ് പാർട്ടിക്കിൾസ് ഇൻസൈഡ്. ഉള്ളിലുള്ള പോയിൻറ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് സ്കാറ്റർ ചെയ്ത് വരുന്ന രീതിയിലാണ് അതിൻ്റെ സ്കാറ്ററിങ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് നയിച്ചത്. റൈറ്റ്, അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ്. വി അസ്യൂം ദാറ്റ് ദർ ആർ 3 types of quarks, U, D and S. Okay, U quark has charge 2/3, D and S have charge -1/3, and D and U quarks are part of a doublet and their strangeness is 0, and S equal to -1. Okay, the S quark or the strange quark has strangeness -1. Okay, അപ്പോൾ ഇത്തരം ക്വാർക്കുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആൻറ്റി ക്വാർക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരിക. Alright, ഇനി കോമ്പോസിഷൻ റൂൾസ് ഇതാണ്. എവറി ബൈറിയോൺ ഇസ് കമ്പോസ്ഡ് ഓഫ് 3 ക്വാർക്സ്. ഓക്കെ, ബൈറിയോൺസിൽ 3 ക്വാർക്സ്. അതുപോലെ എവറി മെസോൺ ഇസ് കമ്പോസ്ഡ് ഓഫ് ക്വാർക്ക് ആൻഡ് ആൻ ആൻറ്റി ക്വാർക്ക്. റൈറ്റ്, അപ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നുണ്ട് ബൈറിയോൺ നമ്പർ കൺസർവേഷൻ അതുപോലെ സ്ട്രേഞ്ച്നെസ് കൺസർവേഷൻ ഓർ നോൺ കൺസർവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് 8-fold പാറ്റേൺസ് ആക്ച്വലി ഉണ്ടാവുന്നത് എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ ആറ്റംസിൻ്റെ മെൻ്റലി ആവർത്തന പട്ടികയിൽ, അതായത് എന്താ പറയുക, പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അറേഞ്ച്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് ഒരു അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ആറ്റംസിന് അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് ഉണ്ടെന്നാണ്. അതിന് സമാനമായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഇത്ര ഓക്റ്ററ്റ്സും അതുപോലെ ഡെക്യുപ്ലേറ്റ്സും എല്ലാം ഫോം ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലായതാണ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫോർമേഷൻ, ആ രീതിയിലുള്ള ഗ്രൂപ്പിംഗ്, ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു അണ്ടർലൈങ് സ്ട്രക്ചർ ഉണ്ട്. റൈറ്റ്, ഇത് ശ്രദ്ധിക്കുക. ഈ ക്വാർക്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഓൺലി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഓൺലി ഹാഡ്രോൺസ്. ഓക്കെ, നോട്ട് ഓഫ് ലെപ്റ്റോൺസ്. ലെപ്റ്റോൺസ് സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് ലെപ്റ്റോൺസ് ഇൻ ദംസെൽസ് ആർ എലമെൻ്ററി പാർട്ടിക്കിൾസ്. ഓക്കെ, ലെപ്റ്റോൺസിന് വേറെ സ്ട്രക്ചർ ഇല്ല. ഫോർ ഓൾ ദാറ്റ് വി നോ, നമുക്കറിയാവുന്നിടത്തോളം ലെപ്റ്റോൺസ് എന്ന് പറയുന്നത് പോയിൻറ്റ് പാർട്ടിക്കിൾസ് തന്നെയാണ്. ഹാഡ്രോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്വാർക്സ്. ഓക്കെ, അതിൽ ഹാഡ്രോൺസ് നമുക്കറിയാം, ബൈറിയോൺസ് ഉണ്ട്, മെസോൺസ് ഉണ്ട്. ബൈറിയോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 3 ക്വാർക്സ്, വേറാസ് മെസോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 ക്വാർക്ക് ആൻഡ് ആൻ ആൻറ്റി ക്വാർക്ക്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ കണ്ട പാറ്റേൺസ് എല്ലാം വിശദീകരിക്കാൻ കഴിയും എന്ന് ഗെൽമാൻ ആക്ച്വലി കാണിച്ചു തന്നു. ഈ ക്വാർക്ക് മോഡൽ വളരെ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഈ ക്വാർക്ക് മോഡലിൻ്റെ അടിസ്ഥാന സിമെട്രി ഞാൻ നേരത്തെ പറഞ്ഞു, SU3 കളർ എന്ന് പറയും. SU3 കളർ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു ഗേജ് തിയറിയാണ്. ഓക്കെ, ക്വാർക്സിൻ്റെ തിയറി എന്ന് പറയുന്നത് ഗേജ് തിയറിയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെ ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. ആ ഫോഴ്സ് ക്യാരിങ് പാർട്ടിക്കിൾസ് അല്ലെ ഗേജ് ബോസോൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലൂവോൺസ് എന്നാണ് അറിയപ്പെടുന്നത്.
ഓക്കെ, അപ്പോൾ ക്വാർക്ക് മോഡൽ. അപ്പോൾ ഇതിൻ്റെ തിയറി, ഈ ക്വാർക്സിൻ്റെയും ഗ്ലൂവോൺസിൻ്റെയും തിയറി ഇറ്റ്സ് നോൺ ആസ് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്. ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്. ഈ ക്രോമോ എന്ന് വിളിക്കാൻ കാരണമുണ്ട്. കാരണം ഈ ക്വാർക്സ് വി നോ ദാറ്റ് ദേ കം ഇൻ 3 കളേഴ്സ്. ഓക്കെ, 3 കളേഴ്സ്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കളർ എന്നുള്ള അർത്ഥമല്ല, വെറുതെ ഒരു ക്വാണ്ടം നമ്പർ ഉണ്ട്, ദർ ഇസ് സം അതർ ക്വാണ്ടം നമ്പർ സിമിലർ ടു ചാർജ്. ഇലക്ട്രിക് ചാർജാണ് എന്താണ് പറയുക ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷന് കാരണമാകുന്നെങ്കിൽ കളർ ചാർജ് എന്ന് പറഞ്ഞ് പുതിയൊരു ചാർജാണ് സ്ട്രോങ് ഇൻട്രാക്ഷന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെറുതെ ഇട്ടൊരു പേരാണ്. റൈറ്റ്, സയൻറ്റിസ്റ്റ് വെറുതെ ഇട്ടൊരു പേരാണ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കളർ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ദാറ്റ് വി നോ ഓഫ്. ഓക്കെ, അപ്പോൾ ഈ കളർ എന്നുള്ള ഈ കോൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് ഇതിനെ ക്രോമോ ഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. Right, so the basic theory, the basic quantum field theory describing quarks and gluons is known as quantum chromodynamics. Okay, so that's the basic idea of the quark model. Okay, quarks and gluons. Right, so basically all the world is made up of quarks and leptons. Quarks and leptons. നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡലിലെ elementary particles ആണ് quarks and leptons. We all are made up of quarks and leptons. Okay. The force carrying particles between quarks are called gluons, or the strong force carriers are known as gluons. Carriers of strong force are known as gluons. And there are 2 other forces, weak and electromagnetic. Together they make an electroweak force. They can be combined as an electroweak force. ഈ ഇലക്ട്രോവീക്ക് ഫോഴ്സസിന് 4 കാരിയേഴ്സ് ആണുള്ളത്. ഒരു ഫോട്ടോണും ഒരു W+ ബോസോൺ, W- ബോസോൺ ആൻഡ് Z0 ബോസോൺ. റൈറ്റ്, ഇനി ഇതൊന്നും അല്ല, ഒരു എക്സ്ട്രാ പാർട്ടിക്കിളും കൂടി ഉണ്ട്, അതാണ് ഹിഗ്സ് ബോസോൺ. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡലായി. ഓക്കെ, റൈറ്റ്, സോ ദാറ്റ്സ് എ ക്വാർക്ക് മോഡൽ. എന്നിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഹൈപ്പർ ചാർജ്. ഓക്കെ, ഹൈപ്പർ ചാർജ് നമ്മൾ ചില പ്രോബ്ലംസിൽ ഉപയോഗിക്കുന്നുണ്ട്, അതും കൂടെ പറഞ്ഞു പോകാം. ഹൈപ്പർ ചാർജ് ഇസ് ഈക്വൽ ടു സം ഓഫ് സ്ട്രേഞ്ച്നെസ് ആൻഡ് ബൈരിയോൺ നമ്പർ ഓഫ് ദ പാർട്ടിക്കിൾ ഫാമിലീസ്. Y ഈസ് ഈക്വൽ ടു A+S. ഓക്കെ, ഇനി y എന്ന് പറയുന്നത് ഇറ്റ്സ് ട്വൈസ് ദ ആവറേജ് ചാർജ് ഓഫ് എ മൾട്ടിപ്ലറ്റ്. നമ്മൾ മൾട്ടിപ്ലറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് ചാർജിൻ്റെ ട്വൈസ് ആണ് ഈ ഹൈപ്പർ ചാർജ് എന്ന് പറയുന്ന കാര്യം. Right, or simply you know the baryon number, you know the strangeness, you just add them and you can define a new quantity called the hypercharge. Okay, അതുപോലെ ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര്, ഇത് വിളിക്കപ്പെടുന്ന ഗെൽമാൻ-നിഷിജിമ ഫോർമുല എന്നാണ്. ഓക്കെ, ഇറ്റ് റിലേറ്റ്സ് ദ ചാർജ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ വിത്ത് ദ തേർഡ് കോമ്പോണൻറ്റ് ഓഫ് ഐസോസ്പിൻ, ബൈരിയോൺ നമ്പർ ആൻഡ് സ്ട്രേഞ്ച്നെസ്. റൈറ്റ്, ഈ 2 ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ Q = I3 + ½ y. കാരണം A+S എന്ന് പറയുന്നത് y ആണല്ലോ അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ മാറ്റി എഴുതാം. Q = I3 + ½ y എന്ന് എഴുതാം. അല്ലെങ്കിൽ y = ഇവിടെ നിന്ന് y, you can solve for y and you can define hypercharge as y = twice Q minus I3. ഓൾറൈറ്റ്, ഈ റിലേഷൻസ് എല്ലാം ഇതിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണ്, ഈ 2 റിലേഷൻസിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 3 ക്വാർക്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു, U, D ആൻഡ് S. റൈറ്റ്, ഇനി വീണ്ടും 3 തരത്തിലുള്ള ക്വാർക്സും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലെപ്റ്റോൺസ് 3 ജനറേഷനിലാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇലക്ട്രോൺ ജനറേഷൻ ഉണ്ട്, അതുപോലെ മ്യൂൺ ജനറേഷൻ, ടൗ ജനറേഷൻ. അതുപോലെ ക്വാർക്സ് 3 ജനറേഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പം UDS അല്ലാതെ ചാം, ടോപ്പ് ആൻഡ് ബോട്ടം എന്നിവയുള്ള 3 ക്വാർക്കുകളും കൂടെ നമ്മൾ കണ്ടുപിടിക്കുകയുണ്ടായി. റൈറ്റ്, അപ്പോൾ ഈ ഫോർമുല നമ്മൾ കുറച്ചൊന്ന് ജനറലൈസ് ചെയ്യും. അതിൻ്റെ പുതിയ ഫോർമുലയാണ് Q = I3 + ½ A+S. ഇതുവരെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ A+S. ഓക്കെ, അതുപോലെ നമ്മൾ ചാംനെസ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടം നമ്പറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇല്ല C. അതുപോലെ ബോട്ടംനെസ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടം നമ്പറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് വിൽ ബി B ഹിയർ. ആൻഡ് ടോപ്നെസ്. ഓക്കെ, സോ ദിസ് ഇസ് ചാംനെസ്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് S is the strangeness, ചാംനെസ്, ബോട്ടംനെസ് ആൻഡ് ടോപ്നെസ് എന്ന് നമുക്ക് വിളിക്കാം. ഇങ്ങനെയുള്ള ക്വാണ്ടം നമ്പർ. വി സീ ദാറ്റ് the Gell-Mann-Nishijima formula has been generalized in this form. Alright, this is just an information. We don't go into the details. Okay, such questions are asked. ഈ ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ചോദ്യങ്ങൾ പഴയ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻഫർമേഷനായിട്ട് അതും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഓൾറൈറ്റ്.
ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ കണ്ട ഒരു ഫ്ലോ ചാർട്ടാണ്. നമ്മൾ ഫൈനൽ സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്ന് തുടങ്ങി വീണ്ടും സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാഡ്രോൺസ് വഴി വീണ്ടും സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, വിൽ ജസ്റ്റ് റിവൈസ് ദിസ് വൺസ് മോർ. ദർ ആർ 2 types ഓഫ് പാർട്ടിക്കിൾസ്, ബോസോൺസ് ആൻഡ് ഫെർമിയോൺസ്. റൈറ്റ്, അതായത് ഡു ദേ ഒബേ ദ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് ഒരു പാർട്ടിക്കിൾ തന്നു, അത് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫെർമിയോൺസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബോസോൺസ് എന്ന് വിളിക്കും. ഓൾറൈറ്റ്, ഇനി ഫെർമിയോൺസിനെ വീണ്ടും നമുക്ക് 2 തരത്തിൽ, ആദ്യം നമുക്ക് ഫെർമിയോൺസ് നോക്കാം. ഫെർമിയോൺസിനെ വീണ്ടും 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് സ്ട്രോങ് ഫോഴ്സ് വഴി ഈ പറഞ്ഞ ഫെർമിയോൺസ് ഇൻറ്ററാക്ട് ചെയ്യുമോ? സ്ട്രോങ് ഫോഴ്സ് വഴി ഇൻറ്ററാക്ട് ചെയ്യുമെങ്കിൽ നമ്മളതിനെ ക്വാർക്സ് എന്ന് പറയുന്നത്. നമ്മൾ എലിമെൻ്ററി പാർട്ടിക്കിൾസ് മാത്രമാണ്. ഓക്കെ, സ്ട്രോങ് ഫോഴ്സ് വഴി ഇൻറ്ററാക്ട് ചെയ്യില്ലെങ്കിൽ നമ്മളതിനെ ലെപ്റ്റോൺസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ക്വാർക്കിൻ്റെ ഇലക്ട്രിക് ചാർജ് 2/3 ആണോ? 2/3 ആണെങ്കിൽ ഇതിന് നമ്മൾ അപ്പ് ടൈപ്പ് ക്വാർക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പ് ടൈപ്പ് ക്വാർക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 2/3 ചാർജുള്ള ക്വാർക്സ് ആണ് നമുക്ക് പരിചയമായിട്ടുള്ള ഈ അപ്പ് ക്വാർക്ക്, അതുപോലെ ചാം ആൻഡ് ബോട്ടം ക്വാർക്സ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം ചാർജ് +2/3 ആണ്. ചാർജ് ഓർമ്മിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്നത്. അതുപോലെ ചാർജ് -1/3 ആണെങ്കിൽ ഡൗൺ ടൈപ്പ് ക്വാർക്സ് ആണ്. ഓക്കെ, ഒന്ന് ഡൗൺ, സ്ട്രേഞ്ച്, അതുപോലെ ബോട്ടം. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഇതിൽ അപ്പ്, ഡൗൺ ആൻഡ് സ്ട്രേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 3 ക്വാർക്കുകളും കൂടെ ഐഡൻറ്റിഫൈ ചെയ്തു, ടോപ്പ്, ചാം ആൻഡ് ബോട്ടം, അല്ലെങ്കിൽ ചാം, ബോട്ടം ആൻഡ് ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നതാണ് അപ്പ് ആൻഡ് ഡൗൺ. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നതാണ് അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂഷ്വൽ വേൾഡ് നോക്കുക, നമുക്ക് ചുറ്റും കാണുന്ന ലോകം നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾസ് മാത്രം മതി അതിനെ വിശദീകരിക്കും. നമ്മുടെ ശരീരമാണെങ്കിലും നമ്മുടെ മുൻപിൽ കാണുന്ന മേശയാണെങ്കിലും എല്ലാം തന്നെ വിശദീകരിക്കാൻ അപ്പ്, ഡൗൺ, ഈ ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾസ് മാത്രം മതി. ക്വാർക്സിലും ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾസ് ഉണ്ട്, ലെപ്റ്റോൺസിലും ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രോൺ. Okay, ഇത്ര മതിയായിരുന്നു. But for some reason in nature there are 2 more generations of elementary particles. We don't know why. Okay, this is an open problem. We don't know why there are 3 generations. Why there are 3 generations. Okay, 3 generations. ഇത് നമുക്കിപ്പോഴും അറിയില്ല. For some reason there are 3 generations. Okay, first generation മാത്രം മതിയായിരുന്നു. That would be sufficient to make this world around us, but for some reason there are also 2 more generations of leptons and quarks. Okay, അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ബോസോൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ബോസോൺ ഉണ്ട്. ഒന്ന് അത് അതിൻ്റെ ഹിഗ്സ് ബോസോൺ, അതായത് യൂഷ്വൽ ബോസോൺ ഫീൽഡിൻ്റെ വാല്യൂ ഒരു ഫീൽഡാണ്. നമുക്കറിയാം ഈ ഒരു ഫീൽഡ് തിയറിയാണ് ഇതിൻ്റെ അടിസ്ഥാന തിയറി എന്ന് പറഞ്ഞാൽ ഫീൽഡിൻ്റെ വാല്യൂ എം ടി സ്പേസിൽ 0 ആണോ? ആണെങ്കിൽ അല്ല, നോൺ സീറോ ആണ്. എം ടി സ്പേസിൽ നോൺ സീറോ ആണെങ്കിൽ അത് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫീൽഡാണ്. നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ ഉള്ളതാണ് ഹിഗ്സ് ബോസോൺ എന്നുള്ള ബോസോണാണ്. റൈറ്റ്, ഹിഗ്സ് ബോസോൺ മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്ററി പാർട്ടിക്കിളാണ്. ബാക്കി 0 ആണെങ്കിൽ, ഓക്കെ, 0 ആണെങ്കിൽ നമ്മളതിനെ ഗേജ് ബോസോൺസ് എന്ന് വിളിക്കും. ഗേജ് ബോസോൺ ഏത് ഫോഴ്സാണ് ക്യാരി ചെയ്യുന്നത്? റൈറ്റ്, വീക്ക് ഫോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിൽ നമ്മളതിനെ ഗ്ലൂഓൺ എന്ന് പറയും. ഇലക്ട്രോമാഗ്നറ്റിസം ആണെങ്കിൽ ഫോട്ടോൺ എന്ന് പറയും. ഗ്രാവിറ്റി നമ്മൾ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഗ്രാവിറ്റി, വി ഇമാജിൻ ദാറ്റ് ദർ കുഡ് ബി എ പാർട്ടിക്കിൾ കോൾഡ് ഗ്രാവിറ്റോൺ. ഓക്കെ, വീക്ക് ഫോഴ്സ് ആണെങ്കിൽ അതിന് 2 തരത്തിലുള്ള ഇലക്ട്രിക് ചാർജുകളുണ്ട്. +1 -1 ആവാം. +1 ആണെങ്കിൽ W ബോസോൺ, -1 ആണെങ്കിൽ W മൈനസ് ബോസോൺ, W+ ആൻഡ് W-. 0 ചാർജുള്ളൊരു വീക്ക് ഫോഴ്സിൻ്റെ കാരിയറും കൂടി ഉണ്ട്. അതിന് നമ്മൾ Z ബോസോൺ എന്നാണ് വിളിക്കുന്നത്. Alright, so that's the summary of what we have been studying so far. I hope these things are clear. Right, ഇനി നമ്മൾ ഏകദേശം നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രോബ്ലം ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് മുൻപുള്ള വർഷങ്ങളിലെ പരീക്ഷകളിൽ നിന്നുള്ള പ്രോബ്ലംസ് കളക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ തിയററ്റിക്കലായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ചെയ്തു പോകാം. Alright, so here is the problem. We'll do one problem now. Consider the decay A gives B plus C of a relativistic spin half particle A. Right? Which of the following statements is true in the rest frame of the particle A? Right? Which of the following statements is true in the rest frame of the particle A? Rest frame എന്ന് പറഞ്ഞാൽ particle A റെസ്റ്റിലുള്ള ഒരു ഫ്രെയിം. Right? You are it could be that the particle is rest in your laboratory, or if it's moving, you move along with it and look at it. All right, നോക്കാം. The spin of both B and C may be half. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. The spin of both B and C may be half.
Is this true? Okay, initially particle റെസ്റ്റിലാണെന്നാണ് പറയുന്നത് അല്ലേ? Okay, so it's a spin half particle. Relativistic spin half particle ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, right. The spin of both B and C may be half. Okay, അപ്പോൾ ഇവിടെ ഹാഫ് കൊമ്മ ഹാഫ് നമ്മൾ എഴുതുക. ഹാഫ് കൊമ്മ ഹാഫ്. ബിയുടെയും സിയുടെയും ഹാഫ് ആണെങ്കിൽ. Okay, അപ്പോൾ there are two possibilities here. ഹാഫ് മൈനസ് ഹാഫ്, ദാറ്റ് ഇസ് 0. നമ്മൾ ഐസോസ്പിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ സ്പിൻ നമുക്ക് നോക്കാം. ഹാഫ് പ്ലസ് ഹാഫ് ഇസ് 1. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ സ്പിൻ കനോട്ട് ബി കൺസേർവ്ഡ്. അതായത് ബിയുടെയും സിയുടെയും സ്പിൻ ഹാഫ് ആണെങ്കിൽ ദ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ വിൽ ബി വയലേറ്റഡ്. ഓൾറൈറ്റ്, സോ ഓപ്ഷൻ എ കനോട്ട് ബി കറക്റ്റ്. ഓപ്ഷൻ എ കനോട്ട് ബി കറക്റ്റ്. ഓൾറൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, നമ്മൾ പറയാൻ കാരണം ഇനീഷ്യലി പാർട്ടിക്കിൾ എ റെസ്റ്റിലാണ്. നമ്മൾ സംസാരിക്കുന്ന ഫ്രെയിമിൽ പാർട്ടിക്കിൾ എ റെസ്റ്റിലാണ്. ഇറ്റ്സ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിൻ മാത്രം നോക്കുകയാണെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ലെഫ്റ്റ് സൈഡിലുള്ള ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഹാഫ് സ്പിൻ മാത്രമാണ്. ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ മൊമെന്റം മാത്രമാണ്. സോ ദിസ് കനോട്ട് ബി പോസിബിൾ. ഓക്കെ, ദിസ് ഇസ് നോട്ട് പോസിബിൾ. രണ്ടാമത്തേത്, ദ സം ഓഫ് ദ മാസസ് ബി ആൻഡ് സി ഇസ് ഗ്രേറ്റർ ദാൻ ദ മാസ് ഓഫ് എ. ഓക്കെ, ഇത് ചോദ്യം ഇതാണ്. The sum of the masses B, MB plus MC is greater than MA. Is this true? No, we have already seen that if this is true, the decay cannot happen. Okay, അതായത് MA is less than. ഇതിൻ്റെ മീനിങ് ഇതാണ്, the particle of mass A അല്ലേ, ഇനീഷ്യൽ പാർട്ടിക്കിൾ ഡീക്കേ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറയുന്നത് സം ഓഫ് ദ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് പാർട്ടിക്കിൾസ് അതിനേക്കാളും കുറവാണെന്നാണ് ഇത് പറയുന്നത് അല്ലേ. ദ സം ഓഫ് ദ മാസ് ഓഫ് ബി ആൻഡ് സി is greater than the mass of A. അതായത് ഇതിൻ്റെ മാസിനേക്കാളും കൂടുതലാണ് ഇവിടെയുള്ള സം ഓഫ് മാസ്. നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദിസ് വോണ്ട് ബി എനർജറ്റിക്കലി അലൗഡ്. ദിസ് വോണ്ട് ബി എനർജറ്റിക്കലി അലൗഡ്. അതായത് ഇവിടെയുള്ള ടോട്ടൽ മാസ് M1 പ്ലസ് M2 എന്ന് പറയുന്നത് ഇഫ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ MA ദെൻ ദിസ് ഇസ് നോട്ട് അലൗഡ് എനർജറ്റിക്കലി. സോ ഓപ്ഷൻ ബി ഓൾസോ ക്യാൻ ബി റൂൾഡ് ഔട്ട്. ഓപ്ഷൻ ബി ക്യാൻ ഓൾസോ ബി റൂൾഡ് ഔട്ട്. The spin, the option C നമുക്ക് നോക്കാം. The energy of B is uniquely determined by the masses of the particles. Maybe this is correct, but let's also check the last option. The spin of both B and C may be integral. Okay, that's not possible. Right, കാരണം റൈറ്റ് സൈഡിൽ ഹാഫ് സ്പിൻ ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് രണ്ടും ഇൻറ്റഗ്രൽ സ്പിൻ ആണെങ്കിൽ യു ക്യാൻ നെവർ ഹാവ് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ. ഓക്കെ, ഒന്ന് ഇൻറ്റഗ്രലും ഒന്ന് ഹാഫ് ഇൻറ്റഗ്രലും ആവാം. ഓക്കെ, ഒന്ന് ഇൻറ്റഗ്രലും ഒന്ന് ഹാഫ് ഇൻറ്റഗ്രലും ആവാം. ഓർ ദർ കുഡ് ബി സം അതർ പോസിബിലിറ്റി, ബട്ട് ഇറ്റ് ക്യാൻ നെവർ ബി രണ്ടും ഇൻറ്റഗ്രൽ ആകുക സാധ്യമല്ല. കാരണം രണ്ടും ഇൻറ്റഗ്രൽ ആണെങ്കിൽ ദർ ഇസ് നോ വേ യു വിൽ ഗെറ്റ് എ കോമ്പിനേഷൻ ഹാഫ്. ഓക്കെ, ഒന്ന് വണ്ണും ഒന്ന് ഹാഫും ആണെങ്കിൽ യു വിൽ സീ ദാറ്റ് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, പക്ഷേ രണ്ടും ഇൻറ്റഗ്രൽ ആണെങ്കിൽ 1,1 എന്നുള്ളതിൽ നിന്ന് ഇതിൻ്റെ ഉദാഹരണത്തിന് ദർ 0 and 2, 0, 1 and 2 പോസിബിലിറ്റീസ്. ഓക്കെ, യു cannot have angular momentum conservation. So option D is also ruled out. Okay, so by what do you say, by excluding the impossible, we see that option C has to be the answer. Option C has to be the answer. The energy of B is uniquely determined by the masses of the particles. Actually, option C is the correct answer. No, we can actually prove that. Okay, we can actually prove that. Let's prove this. Okay, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം, പല രീതിയിൽ പ്രൂവ് ചെയ്യാം. നിങ്ങൾ എനർജി കൺസർവേഷനും മൊമെൻറ്റം കൺസർവേഷനും ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. പക്ഷേ ഇത് പ്രൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഫോർ മൊമെൻറ്റം കൺസർവേഷൻ ഉപയോഗിക്കുകയാണ്. ഫോർ മൊമെൻറ്റം കൺസർവേഷൻ. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഫോർ മൊമെൻറ്റം കൺസർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫോർ മൊമെൻറ്റത്തിനെ വെക്റ്റർ സൈൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ എഴുതാം. പി എ ഹാസ് ടു ബി ഈക്വൽ ടു പി ബി പ്ലസ് പി സി. ഓക്കെ, അപ്പോൾ ഇത്തരം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ് ടു ടേക്ക് സി ഈസ് ഈക്വൽ ടു 1. സി ഈക്വൽ ടു 1 എടുക്കുകയാണെങ്കിൽ കാൽക്കുലേഷൻസ് വളരെ കൺവീനിയൻ്റ് ആണ്. ഓക്കെ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു 1, ഒരു കോൺസ്റ്റൻറ്റ് 1 എന്ന് എടുക്കുന്നത്. ദിസ് ഇസ് നോൺ ആസ് ദ നാച്ചുറൽ യൂണിറ്റ്സ്. നാച്ചുറൽ യൂണിറ്റ് സിസ്റ്റം. നാച്ചുറൽ യൂണിറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗുണമുള്ളത് എനർജി ആൻഡ് മാസ് ഹാവ് ദ സെയിം യൂണിറ്റ്. ഓക്കെ, ബിക്കോസ് സി ഈസ് ഈക്വൽ ടു 1. എനർജി ആൻഡ് മാസ് ഹാവ് ദ സെയിം യൂണിറ്റ്. ആൻഡ് ലെറ്റ്സ് സേ ദ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് മാസ് തന്നെയാണ്. നമുക്കറിയാം റെസ്റ്റ് എനർജി ഈസ് ഈക്വൽ ടു mc², ബട്ട് വെൻ സി ഈസ് ഈക്വൽ ടു 1 ദ റെസ്റ്റ് എനർജി ഈസ് m itself. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്?
പി എ എന്ന് പറയുന്നൊരു ഫോർ മൊമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ ഫോർ മൊമെൻറ്റം. ഫോർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഹാസ് ഫോർ മൊമെൻറ്റത്തിന് 4 കോമ്പോണൻ്റ് ഉണ്ടാവും. ടൈം കോമ്പോണൻ്റ് ഉണ്ടാവും, സ്പേസ് കോമ്പോണൻ്റ് ഉണ്ടാവും. നിങ്ങൾ ഫോർ മൊമെൻറ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്താൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ടൈം കോമ്പോണൻ്റ് എഴുതുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഫോർ മൊമെൻറ്റം നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ടൈം കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി ഇ ഡിവൈഡഡ് ബൈ സി. നമ്മൾ സി ഈക്വൽ ടു 1 എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് സിംപ്ലി ഇ. അതായത് ഫോർ മൊമെൻറ്റത്തിൻ്റെ 0th കോമ്പോണൻ്റ് അല്ലെ ടൈം കോമ്പോണൻ്റ് ആണ് ഇ എന്ന് പറയുന്നത്. നമുക്ക് ഇ എന്ന് എഴുതാം. ബാക്കിയുള്ള സ്പേഷ്യൽ കോമ്പോണൻ്റ് ഇസ് പി എ വെക്റ്റർ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ എഴുതാം. പി ബി, ദാറ്റ്സ് ഇ ബി പി ബി വെക്റ്റർ. അതുപോലെ പ്ലസ് ദിസ് ഇസ് ഇ സി പി സി വെക്റ്റർ. റൈറ്റ്, ഇത് എപ്പോഴും ഈ കോമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് ലെറ്റ്സ് സി വാട്ട്സ് ദ യൂസ് ഓഫ് ദിസ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ എ പി എ വെക്റ്റർ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ എന്നുള്ള പാർട്ടിക്കിൾ ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഇൻ അവർ ഫ്രെയിം. വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ദ റെസ്റ്റ് ഫ്രെയിം ഓഫ് ദ പാർട്ടിക്കിൾ എ. റൈറ്റ്, അപ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി ദ റെസ്റ്റ് എനർജി വിച്ച് ഈസ് സിംപ്ലി ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ എ ആൻഡ് ദ മൊമെൻറ്റം ഈസ് 0. ദ മൊമെൻറ്റം ഈസ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ മൊമെൻറ്റം 0 ആണെന്നുള്ള കാര്യം നമുക്ക് ഉപയോഗിക്കാം. കാരണം ചില ക്വാണ്ടിറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മൊമെൻറ്റം 0 ആണെന്നുള്ള എന്നുള്ള ഫാക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Okay, so important thing to notice is that the four momentum for PA has components MA and 0 when C is equal to 1 ion system എടുക്കുമ്പോൾ. റൈറ്റ്, ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഇതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് സി ഹൗ വി ഡു ദാറ്റ്. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ പി സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ മൊമെൻറ്റം സ്ക്വയർ. ഓക്കെ, പി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് P0 സ്ക്വയർ മൈനസ് പി വെക്റ്റർ ഡോട്ട് പി വെക്റ്റർ. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ പി വെക്റ്റർ സ്ക്വയർ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇറ്റ്സ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി സെഡ് സ്ക്വയർ ആണ്. പക്ഷേ ഫോർ മൊമെൻറ്റം മിങ്കോസ്കി സ്പേസിലുള്ള ഫോർ മൊമെൻറ്റം സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഈക്വൽ ടു ഇത് നമുക്ക് വേണമെങ്കിൽ P1 സ്ക്വയർ, ഓക്കെ, P2 സ്ക്വയർ, P3 സ്ക്വയർ എന്ന് എഴുതാം. ഫോർ മൊമെൻറ്റം സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി P0 സ്ക്വയർ മൈനസ് P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ പ്ലസ് P3 സ്ക്വയർ. ഓക്കെ, ഇങ്ങനൊരു ടൈം പാർട്ടും സ്പേസ് പാർട്ടിൻ്റെ ഇടയിൽ ഒരു റിലേറ്റീവ് മൈനസ് സൈൻ ഉണ്ട്. നമ്മൾ ഫോർ മൊമെൻറ്റം ക്ലാസിക്കൽ മെക്കാനിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സിലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ലുക്ക് ബാക്ക് അറ്റ് ഇറ്റ്. ദിസ് ഇസ് ഹൗ വി ഡു ദാറ്റ്. ഓക്കെ, ഇതാണ് ഫോർ മൊമെൻറ്റം സ്ക്വയർ നമ്മൾ എഴുതാനുള്ള മെത്തേഡ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ദിസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഓക്കെ, വാട്ട്സ് ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ? ദിസ് സിംപ്ലി ഈക്വൽ ടു എം സ്ക്വയർ. എന്തുകൊണ്ടാണ്? നമ്മൾ റിലേറ്റിവിസ്റ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടാവും. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ സി റേസ് ടു 4. സി ഈക്വൽ ടു 1 എടുക്കുകയാണെങ്കിൽ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ, അല്ലെങ്കിൽ പി സ്ക്വയർ, ദിസ് ഇസ് പി വെക്റ്റർ. ഓക്കെ, ദിസ് ഇസ് പി വെക്റ്റർ, ദിസ് ഓൾസോ പി വെക്റ്റർ, ഐ എം സോറി. ഓക്കെ, പി വെക്റ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് പി വെക്റ്റർ സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫ്രം ഹിയർ യു സീ ദാറ്റ് ഇ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് പി വെക്റ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സ്ക്വയർ. ഓക്കെ, ഇത് ഇ സ്ക്വയർ മൈനസ് പി സ്ക്വയർ വരികയാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് ഈക്വൽ ടു എം സ്ക്വയർ. Right, you may remember this. അല്ലെങ്കിൽ simply we can say that 4 momentum square of a particle is simply is equal to the mass square. Okay, this you have to remember. 4 momentum square of a particle is equal to the mass square. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് പ്രൂവ് ചെയ്യാം. Alright, so let's do this. ഇനി പ്രൂഫിലേക്ക് വരികയാണ്. ഇത്ര സമയം നമ്മൾ പറഞ്ഞ് ബേസിക് ആയിട്ടുള്ള ഇത് ഫോർ മൊമെൻറ്റം പോലുള്ള കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജിനെ കുറിച്ച് മാത്രമേ നമുക്കിത് നോക്കാം. പി എ ഈസ് ഈക്വൽ ടു പി ബി പ്ലസ് പി സി. റൈറ്റ്, നമുക്കിങ്ങനെ എഴുതാം പി എ മൈനസ് പി സി ഈസ് ഈക്വൽ ടു പി ബി. ഇത് ഫോർ മൊമെൻ്റ് ആണ്. ദിസ് ഇസ് ഫോർ മൊമെൻ്റ്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാവും. ഇന്ന് യു ക്യാൻ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. You square on both sides. What do you get? You get PA square plus PC square is equal, minus 2 PAPC. Okay, ഇതിങ്ങനെ നിൽക്കട്ടെ. ഇത് രണ്ട് ഫോർ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. Okay, that's equal to PB square. ഇതിങ്ങനെ നിൽക്കട്ടെ. PA square നമ്മളിപ്പോൾ പറഞ്ഞു. This is simply MA square. This is MC square. Alright, it's minus 2 PA dot PC
ദാറ്റ്സ് ഈക്വൽ ടു mb² എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2pa.pc എന്നുള്ള നമുക്ക് ചെയ്യണം. റൈറ്റ്, ഇത് മാത്രമാണ് ഞാൻ ചെയ്യാനുള്ളത്. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, pa.pc ഇത് 4 മൊമെൻറ്റത്തിൻ്റെ ഡോട്ട് പ്രോഡക്റ്റാണ്. നമുക്ക് ആദ്യം കോമ്പോണൻറ്റ് എഴുതാം. കോമ്പോണൻറ്റ് നമ്മൾ എഴുതുമ്പോൾ pa അതിൻ്റെ 0th കോമ്പോണൻറ്റ് എനർജിയാണ്. ദാറ്റ് സിംപ്ലി m. ഓക്കെ, കോമ്പോണൻറ്റ് എഴുതുമ്പോൾ 0th കോമ്പോണൻറ്റ് സ്പേസ് കോമ്പോണൻറ്റ്സ് 0 ആണ്. റൈറ്റ്, ഇതിൻ്റെ ആണെങ്കിൽ EA ഉണ്ട്, സോറി EC, എനർജി ഓഫ് B എന്നാണ് പറയുന്നത് അല്ലേ. റൈറ്റ്, ഓക്കെ, ദിസ് ഇസ് EC ആൻഡ് PC വെക്റ്റർ. റൈറ്റ്, ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്കേലാർ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് MA മൾട്ടിപ്ലൈഡ് ബൈ EC. ഒരു രണ്ട് 4 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മളിങ്ങനെ എടുക്കുകയാണ്. പ്രോഡക്റ്റ് ഓഫ് ദ 0th കോമ്പോണൻറ്റ്സ് മൈനസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്പേസ് കോമ്പോണൻറ്റ്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ദ ടൈം കോമ്പോണൻറ്റ് മൈനസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സ്പേസ് കോമ്പോണൻറ്റ്, പക്ഷേ 0 ആണ്. സോ ദിസ് ഇസ് MA മൾട്ടിപ്ലൈഡ് ബൈ EC. സോ ദിസ് ഇസ് MA² പ്ലസ് MC² മൈനസ് 2MA മൾട്ടിപ്ലൈഡ് ബൈ EC. ദിസ് ഈസ് ഈക്വൽ ടു MB². റൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിൽ ചെറിയൊരു ഇത് വന്നുപോയി. നമ്മൾ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വായിക്കേണ്ടതായിരുന്നു. ബട്ട് ദ ഐഡിയ ഇസ് ദ സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രീതിയിൽ കമ്പൈൻ ചെയ്യുന്നതിലൂടെ PC വെക്റ്റർ എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. വി എലിമിനേറ്റഡ് ദ ക്വാണ്ടിറ്റി PC വെക്റ്റർ. അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, റൈറ്റ്, ഇനി ഇത് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നമ്മൾ ചെയ്തത്, പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനർജി ഓഫ് B ഈസ് യുണീക്ലി ഡിറ്റർമിൻഡ് ബൈ ദ മാസസ് ഓഫ് ദ പാർട്ടിക്കിൾ. നമ്മളിവിടെ പ്രൂവ് ചെയ്തത് ദ എനർജി ഓഫ് C. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ EC, ബാക്കി എല്ലാം മാസസ് ആണ് അല്ലേ. ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ EC എന്നുള്ള ടേം ഒഴികെ ബാക്കി എല്ലാം മാസസ് ആണ്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് ദ എനർജി ഓഫ് C ഈസ് ഡിറ്റർമിൻഡ് സോൾലി ബൈ ദ മാസസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. റൈറ്റ്, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് എനർജി ഓഫ് B ഈസ് ഡിറ്റർമിൻഡ് സോൾലി ബൈ ദ മാസസ് ഓഫ് ദ പാർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ബട്ട് യു സീ ദാറ്റ്സ് ക്ലിയർലി ദ സെയിം റിസൾട്ട്. ഓക്കെ, അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വിൽ ജസ്റ്റ് ഡു ദാറ്റ്. വി ഓൾസോ ഗെറ്റ് സം പ്രാക്ടീസ് ലൈക്ക് ദാറ്റ്. സോ വി സീ ദാറ്റ് PA ഈസ് ഈക്വൽ ടു PB plus PC. Okay, energy of B ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay, so we do PA minus PB is equal to PC. Again, this is 4 momentum. Now you square on both sides, you get MA² plus MB² minus 2PA dot PB square on both sides. Okay, this is equal to MC². Okay, so this means MA² plus MB² minus 2PA സബ്സ്ക്രിപ്റ്റ് ആണ്. 2PA എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, ട്വൈസ് PA യുടെ 0th കോമ്പൗണ്ടിലെ എനർജി എന്ന് പറയുന്നത് സിംപ്ലി MA. നമ്മൾ C ഈക്വൽ ടു യൂണിറ്റ് ആണ്, MAC എന്നാണ് വരിക. C ഈക്വൽ ടു 1 എടുത്തുകൊണ്ട് M എന്നെഴുതുന്നത് 0 ആണ്. ഓക്കെ, എൻ്റെ സ്പേസ് കോമ്പൗണ്ട് 0 ആണ്, കാരണം ഇറ്റ്സ് അറ്റ് റെസ്റ്റ്. റൈറ്റ്, PBയുടേത് ഇറ്റ്സ് EB ബൈ C1 ആയതുകൊണ്ട് EB എന്ന് എഴുതാം. പിന്നെ PB വെക്ടർ എന്നുണ്ട്. റൈറ്റ്, ഈ PB വെക്ടർ അൺനോൺ ആണ്, വി ഡോണ്ട് നോ അബൌട്ട് ദിസ്. Alright, പക്ഷേ ഈ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ you combine it with 0 and that disappears. Okay, so you see that MA² plus MB² minus 2MAEB plus 0. You combine these things. Okay, അതായത് product of the time component minus product of the space component. അങ്ങനെയാണ് 4 വെക്ടറിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുക. അതായത് ഇങ്ങനെയാണ് 4 വെക്ടറിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. A dot B, if A and B are 2 4 vectors, then A dot B is A0 B0 minus A vector dot B vector. Okay, this is the rule. 4 vectors in the scalar product എടുക്കാനുള്ള റൂൾ ഇതാണ്. This has to do with the geometry of space-time. Okay, the geometry of space-time is not Euclidean, it's Minkowski, that's why. Okay, that's equal to MC². You see that the energy of B is solely determined by the masses of the particles. Okay, you can solve for EB here, you can solve for EB. And you see that the energy of B is uniquely determined by the masses of the particles. Right, അപ്പോൾ ഇവിടെ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം മുൻപത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ യു ഹാവ് ടു ബി എ ബിറ്റ് കെയർഫുൾ ഹിയർ. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻ B കാണുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നുന്നു. റൈറ്റ്, ദ സം ഓഫ് ദ മാസസ് ഓഫ് B ആൻഡ് C is greater than the mass of A. ഓക്കെ, അത് ലെസ് ദാൻ എന്നായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി ദ കറക്റ്റ് ഓപ്ഷൻ. പക്ഷേ ഗ്രേറ്റർ ദാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ C.
All right, so with that, we'll conclude today's session and continue in the next class with more problems. Thank you.